പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. വലിയ ആനന്ദം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷ ഒരുപാട് കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷയാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14, അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടുകൂടി നിങ്ങൾ കുടുംബമായിട്ട് ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി സ്വർഗം പ്രാർത്ഥിക്കുന്നു, സ്വർഗം നമ്മളെ അനുഗ്രഹിക്കുന്നു. മറിയം അപ്പോസ്തലന്മാരെ ചേർത്ത് വിളിച്ച് 120ഓളം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയതുപോലെ ഒറ്റ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂട്ടായ്മയിൽ, തട്ടിപ്പിതാവിൻ്റെ കൂട്ടായ്മയിൽ, പാലക്കാട് രൂപതയുടെ അധ്യക്ഷനായ പീറ്റർ കൊച്ചുപുരക്കൽ പിതാവിൻ്റെയും അതുപോലെ മുൻ അധ്യക്ഷനായ ജേക്കബ് മനത്തോർത്ത് പിതാവിൻ്റെയും കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ആരംഭിച്ച ബഹുമാനപ്പെട്ട വട്ടായലച്ചനും അതുപോലെ ഇപ്പോൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ എന്ന ബിനോയച്ചനും സാംസനച്ചനും എല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഒരു വലിയൊരു കൃപയുടെ ശുശ്രൂഷയാണ്. ഈ ഒരു ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ധാരാളം ആത്മധൈര്യവും നൽകി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, പരിശുദ്ധാത്മാവ് നൽകുന്ന എല്ലാ കൃപ എനിക്ക് വേണം. ഈ ഒരു ദാഹത്തോടും സ്നേഹത്തോടും കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ, കരുത്ത് നൽകണമേ പരിശുദ്ധാത്മാവേ, ഉണർവ് നൽകണമേ പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത
ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. കൈകൾ താഴ്ത്തി നന്നായി കൈകൾ അടിച്ച് മോശയിൽ നിറഞ്ഞ ദൈവ ചൈതന്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് മോശയെ വഴി നടത്തിയല്ലോ, വലിയ ധൈര്യത്തോടെ അങ്ങ് വഴി നടത്തിയല്ലോ. ഞങ്ങളെ വഴി നടത്തണമേ. ചെങ്കടലിൽ പിടർന്ന പോലെ അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ യേശു നാമത്തിൽ വ്യാപരിക്കട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, ജീവനോടെ പരിശുദ്ധ റൂഹായേ, ശക്തിയോടെ താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പൂർവ്വ യൗസേപ്പിൽ നിറഞ്ഞ സ്വർഗത്തിന്റെ ചൈതന്യം, പാപം വേണ്ട, എനിക്ക് വിശുദ്ധി മതി, പാപത്തെ തോൽപ്പിച്ച ഔസേപ്പിൽ നിറഞ്ഞ സ്വർഗത്തിന്റെ ചൈതന്യം നമ്മുടെ മേൽ നിറയട്ടെ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നമ്മളെല്ലാം ശക്തിപ്പെടുത്താൻ, അഭിഷേകം ചെയ്യാൻ ദാഹിച്ചു ദാഹിച്ച് പാടി പാടി പ്രാർത്ഥിക്കട്ടെ. യൗസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. യൗസേപ്പിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. അശുദ്ധിതൻ മുന്നിൽ തിന്മതൻ നടുവിൽ വിശുദ്ധിയായി നിറഞ്ഞൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ദാഹിച്ച് ദാഹിച്ച് വിളിക്കട്ടെ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, വ്യാപരിക്കണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ വ്യാപരിക്കണമേ. ഓരോ ഹൃദയങ്ങളെ തുറക്കണമേ, ഓരോ മനസ്സിനെ അഭിഷേകം ചെയ്യണമേ, ഓരോ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധിയോടെ ഞങ്ങൾ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവോടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടാൻ യോഗ്യനായ പരിശുദ്ധാത്മാവേ, ഓ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. എല്ലാ മാലാഖമാരോടും ചേർന്ന് പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിന്
ദൈവാത്മാവിനെന്നെന്നും ദൈവാത്മാവിലെന്നെന്നും ആരാധന. കൈകൾ നെഞ്ചോട് ചേർത്ത് ദൈവാത്മാവിലെന്നെന്നും ആരാധന. ദൈവാത്മാവിനെന്നെന്നും ദൈവാത്മാവിലെന്നെന്നും ആരാധന. ആരാധന. ഓ ആരാധന. ഞങ്ങളങ്ങ് ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. ഓ കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ചലിക്കണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഈശോ പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ചലിക്കാം, ഇഷ്ടമുള്ളവരെല്ലാം വചനത്തിലേക്ക് കൂട്ടിച്ചേർക്കാം, തൻ്റെ ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധാത്മാവിന് വ്യാപരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ളൊരു ധ്യാനം കൂടിയ ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം വളരെ അഭിഷേകത്തോടുകൂടി ആ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ രക്ഷിതാവായ യേശുക്രിസ്തു കടന്നു വന്ന അത്ഭുതകരമായ ഒരു സമയം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സുചിത്ര എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആദ്യമായിട്ട് ധ്യാനത്തിന് വരുന്നത് കഴിഞ്ഞ ജൂലൈ 23 സോജിയച്ഛൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനത്തിനാണ്. ഇവിടെ വരുന്ന സമയത്ത് ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇവിടുത്തെ മാത്രം ഈശോനെ മാത്രം പ്രതീക്ഷിച്ച് വന്ന ഒരാളാണ്. ഞാനൊരു ഹിന്ദു ഫാമിലിപ്പെട്ട ആളാണ്, പക്ഷെ വർഷങ്ങളായിട്ട് ഈശോനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കാലും ഫുള്ളായിട്ട് വിറയ്ക്കുക, അതുപോലെ എല്ലാവരോടും ദേഷ്യം വരിക. അച്ഛനോടും അമ്മോടും ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടുമായിരുന്നു, എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു. 6 മണി കഴിഞ്ഞാൽ കൈയും കാലും വിറയ്ക്കും, കാണുന്നവരോട് എല്ലാവരോടും ദേഷ്യം വരും എല്ലാ ദിവസവും. 6 മണി തൊട്ട് പിന്നെ ആള് സൂക്ഷിക്കണം. അച്ഛനോടും അമ്മോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. വീട്ടിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ എന്തൊരു കാര്യം, ദൈവനാമത്തിൽ വരുന്ന എന്ത് കാര്യം അവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ എനിക്ക് വല്ലാതെ ദേഷ്യം വരും. അങ്ങനെയായിട്ട് വീട്ടിൽ നിന്ന് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, ഒരുപാട് പേരെ കണ്ടു. അവിടെ ഒന്നും പോയിട്ട് എനിക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. അവസാനം ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ബ്രദറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ അട്ടപ്പാടി സെഹിയോൻ എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനകേന്ദ്രം ഉണ്ട്, അവിടെ സോജി എന്ന് പറഞ്ഞിട്ടൊരു ഫാദർ ഉണ്ട്, നീ അവിടെ പോകണം, ധ്യാനം കൂടണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. 5 ദിവസം ധ്യാനം കൂടി. ഞാൻ 4 ദിവസം അച്ഛനെ കാണാൻ വേണ്ടി നടന്നു, പക്ഷെ എനിക്ക് അതുവരെ സോജി അച്ഛനെ കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് ദിവസം വ്യാഴാഴ്ച ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പെട്ടെന്ന് തിരക്കിനിടയിൽ ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വെഞ്ചരിപ്പിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ആ സമയത്ത് ശരിയാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് അപ്പോൾ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചരിപ്പിൻ്റെ സമയത്ത് ഏറ്റവും ബാക്കിലായിരുന്നു ഞാൻ, അത്രയും ദിവസം ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് മാത്രം ഏറ്റവും ബാക്കിലായി പോയി. വെഞ്ചരിപ്പിൻ്റെ സമയത്ത് അച്ഛൻ വന്നിട്ട് തലയിൽ കൈ തൊട്ടിട്ട് എല്ലാവരും നല്ല ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് മാത്രം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന് ശേഷം ഞാൻ അങ്ങനെ വീണതിന് ശേഷം ആരോ ഒരാൾ ശരിക്കും എന്നെ വലിച്ചിട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ ആളെ മാത്രം എനിക്ക് കാണുന്നില്ല. ഞാൻ ഫുള്ളായിട്ട് നല്ല ഒച്ചത്തിൽ കരയുന്നുണ്ട്. എല്ലാവരുടെയും സ്തുതിപ്പിൻ്റെ ഏറ്റവും മുകളിൽ എൻ്റെ സൗണ്ടാണ്, എൻ്റെ കരച്ചിലാണ്. ലാസ്റ്റ് ആരും നോക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അച്ഛൻ സ്തുതിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്, എല്ലാവരും സ്തുതിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ അടി നിൽക്കുന്നില്ല, എൻ്റെ കരച്ചിൽ നിൽക്കണില്ല. ലാസ്റ്റ് ഞാൻ യേശുവേ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഈശോനെ വിളിച്ചു. ആദ്യത്തെ എൻ്റെ വിളിയിൽ ആ ഒരു ഉരുളിച്ചയുടെ സ്പീഡ് കുറഞ്ഞു. 2ാമത്തെ വിളിക്ക് ആ അടി നിന്നു. 3ാമത്തെ വിളിക്കാണ് ഞാൻ ശരിക്കും ഒന്ന് ഓക്കെ ആയത്. അതിനുശേഷം ഇന്നത്തെ വരെ അങ്ങനെ ഒരു പ്രശ്നമോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ എൻ്റെ ശരീരത്തിലോ ഉണ്ടായിട്ടില്ല. ക്ലിയറായി. പിന്നെ ഇതുവരെ പ്രശ്നമില്ല. നിനക്ക് പ്രാർത്ഥിക്കാം. വൈകുന്നേരം 6 മണിക്ക് ശേഷം ദേഷ്യം വരണം, അങ്ങനത്തെ പ്രത്യേക ഇല്ല, ഒരു വേറെ പ്രശ്നങ്ങളും പേടിയൊന്നുമില്ല. മറ്റേത് എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നിഴലൊക്കെ കടന്നു പോകും, പ്രത്യേകിച്ച് എന്തൊക്കെയോ രൂപങ്ങളൊക്കെ കാണും. ഭയങ്കരമായിട്ട് പേടിയായിട്ട് ഞാൻ ശരിക്കും ഉറങ്ങാറ് വരെ ഇല്ലായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ നല്ല ക്ലിയറായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഒരു 13 വർഷത്തിൽ കൂടുതലായിട്ട് കുഞ്ഞിലെ തൊട്ട് എനിക്ക് വല്ലാത്തൊരു അലർജി ആയിരുന്നു. ബീഫ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം മൊത്തം ചൊറിഞ്ഞു തടിക്കും. 3 ദിവസത്തിൽ കൂടുതൽ എൻ്റെ ശരീരം തുറന്നടിച്ച് ഞാൻ നീരൊക്കെ വന്നിട്ട് നടക്കും. അത് കാരണം ഞാൻ തീരെ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ധ്യാനത്തിനിടയ്ക്ക് ഒരു സൗഖ്യം കിട്ടുന്ന ഒരു സാക്ഷി ഞാൻ കണ്ടു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അത് കഴിച്ചപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് എനിക്ക് നല്ല ചൊറിച്ചിലും അലർജിയൊക്കെ ആയിരുന്നു. ഉണ്ടായിരുന്നു, വീണ്ടും വന്നു. അപ്പൊ എനിക്ക് വല്ലാത്ത നിരാശയായി, ദൈവം എന്നെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൊരു സങ്കടം വന്നു. വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്നാണ് ഫ്രാൻസിസ് ബ്രദർ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ പറയുന്നത്, നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം,
നമ്മളോട് ആരെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വെഞ്ചരിപ്പിൻ്റെ ആ പ്രാർത്ഥനയുടെ സമയത്ത് വീണ്ടും ഞാൻ എല്ലാവരോടും, എനിക്ക് ക്ഷമ ചോദിക്കാനുള്ളവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നവരോടും എല്ലാവരും മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും ഇവിടെ ബീഫായിരുന്നു. വീണ്ടും കഴിച്ചു നോക്കിയിട്ട് ഇന്നത്തെ വരെ പിന്നെ എനിക്ക് അലർജി വന്നിട്ടില്ല. ഇന്നത്തെ വരെ ക്ഷമിക്കണന്റെ വില മനസ്സിലായില്ലേ? ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ പറഞ്ഞാൽ, അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്, അത്രയും പ്രശ്നത്തിന്റെ ഇടയ്ക്ക്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും വന്നിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള മദ്യപാനം കഴിഞ്ഞ ധ്യാനത്തിന് വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ ധ്യാനമാണ് അച്ഛൻ്റെ. ഒരു മാസത്തിൽ കൂടുതലായിട്ട് അച്ഛൻ മദ്യപിച്ചിട്ടില്ല. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് ധ്യാനത്തിന് വന്നിട്ട്. അച്ഛൻ അവിടെ എവിടെ ഇരിക്കണത്? ഫ്രണ്ടില്. അത് ശരി, അച്ഛ ഓക്കെ അല്ലേ? ഈ അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ അച്ഛൻ ഹാപ്പി പവർ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നിന്റെ പുണ്യനാമമിന്നു ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമിന്നു ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേന്ന് ഹൃദയം നുറുങ്ങി സഹോദരി 3 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. യേശുവിന് അത്ഭുതകരമായ ശക്തി കടന്നു വന്ന് സ്പർശിക്കുകയാണ്. പല രീതിയിലുള്ള സൗഖ്യം കർത്താവ് നൽകുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അഭിഷേകാഗ്നിയിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ മുറുകെ പിടിക്കുക. അത് ഹെബ്രാലേഖനം 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ഹീബ്രൂസ് ചാപ്റ്റർ 3:6 അതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിക്കുന്നത്. അപ്പം അതിനൊന്ന് പറഞ്ഞുതരാം, എല്ലാവരും ഒന്ന് ഏറ്റുപറയുക. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രൈസ്റ്റ് വാസ് ഫെയ്ത്ത്ഫുൾ ഓവർ ഗോഡ്സ് ഹൗസ് ആസ് എ സൺ and we are his house if we hold firm the confidence and the pride that belongs to hope. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മധൈര്യം അതുപോലെ പ്രത്യാശയുള്ള അഭിമാനം ഇത് മുറുകെ പിടിക്കണം. അവസാനം വരെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവിടുത്തെ ഭവനമാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നാഥനായ ആ ഭവനത്തിലെ ഒരു അംഗവാസി ആകാൻ തക്ക തരത്തിൽ നമ്മളെ ദൈവം ഒരുക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് ആത്മധൈര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആത്മധൈര്യം അവസാനം വരെ മുറുകെ പിടിക്കണം. ഹെബ്രാലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, ലെറ്റർ ടു ദ ഹീബ്രൂസ് ചാപ്റ്റർ 10:35. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. വിശ്വാസത്തോടെ വലതുകൈ ഉയർത്തി ശക്തിയോടെ ഏറ്റു പറഞ്ഞ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അപ്പൊ ആത്മധൈര്യം നശിപ്പിച്ചു കളയരുതെന്ന് കർത്താവിന്റെ വചനം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മധൈര്യം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം മക്കബാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം എങ്ങനെയാണ്? ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് ആ കാലഘട്ടത്തിൽ ഇവർക്ക് ഒരു രാജാവിൻ്റെ സഖ്യം കിട്ടുകയാണ്. അങ്ങനെ രാജാവിൻ്റെ സഖ്യത്തിൻ്റെ ഒരു മുദ്രയിട്ട എഴുത്ത് ഇവർക്ക് കൈപ്പറ്റുകയാണ്. അത് കൈപ്പറ്റി കഴിഞ്ഞപ്പോൾ
ഇവർക്ക് നാച്ചുറലായിട്ട് വലിയ സന്തോഷം ഉണ്ടാകും. ഇവർക്ക് സന്തോഷം ഉണ്ടായെങ്കിൽ അവർ പറയുകയാണ്, ഈ ഒരു സൗഹൃദമായിരിക്കാം, ഈ ഒരു സഖ്യമായിരിക്കാം, പക്ഷേ അതിനേക്കാൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നത്, അല്ലാതെ മറ്റേ സഖ്യമോ മറ്റു കൂട്ടുകെട്ടോ അല്ല എന്ന് ശക്തമായ ഭാഷയിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് ആത്മധൈര്യത്തിൽ ഞാനും നിങ്ങളും വളരാൻ സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദാനമാണ് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ബൈബിൾ, ഇത് ധാരാളം വായിക്കണം. ധാരാളം വായിക്കുന്നതനുസരിച്ച് നമ്മളിലുള്ള ആത്മധൈര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിന് 103, 104 ഖണ്ഡികയിൽ വളരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, സ്വർഗത്തിലെ പിതാവായ ദൈവം വലിയ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മോട് സംസാരിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ ഫാദർ ഇൻ ഹെവൻ കംസ് വെരി ലവിംഗ്ലി ടു ഹിസ് ചിൽഡ്രൻ ആൻഡ് ഹി സ്പീക്സ് ടു ദം വെൻ ദേ റീഡ് ദ സേക്രഡ് സ്ക്രിപ്റ്റേഴ്സ്. അതായത് സ്വർഗത്തിലെ അപ്പൻ വലിയ സ്നേഹത്തോടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പം ഞാനും നിങ്ങളും ദൈവവചനം വായിക്കുമ്പോൾ സ്വർഗീയ പിതാവ് വലിയ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥ വായനയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: The church always finds her strength and nourishment from reading the sacred scriptures. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, ദൈവജനം, നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമായ പോഷണവും ശക്തിയും നമ്മൾ സംഭരിക്കുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത് ദൈവവചന വായനയിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ കണ്ടത് മക്കമാരുടെ 1-ാം പുസ്തകത്തിന്റെ 12:9 വചനം ആദ്യ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമുക്ക് ആത്മധൈര്യം ഈ കാലഘട്ടത്തിലും പകരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ തൻ്റെ സുവിശേഷ ജീവിതത്തിൽ അനേക ദേശങ്ങളിൽ പോയി ശുശ്രൂഷിച്ചു. ഇടയ്ക്ക് പൗലോസ്ലീഹാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അങ്ങനെ പൗലോസ്ലീഹാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഫിലിപ്പിയിലെ സഭയ്ക്ക് കത്തയക്കുമ്പോൾ പൗലോസ്ലീഹ ജയിലിലാണ്. അപ്പോൾ ജയിലിൽ കഴിയുന്ന പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:14, മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധനായിരിക്കുന്നു. അതായത് പൗലോസ്ലീഹാനെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി അനേക സഹോദരർക്ക് ഭയങ്കര ആത്മധൈര്യം ലഭിക്കുകയാണ്. വീണ്ടും വചനം പറയണം. ആത്മധൈര്യം ചോരുകയല്ല ചെയ്യുന്നത്, ആത്മധൈര്യം ശക്തിപ്പെടുകയാണ്. വീണ്ടും വചനം പറയണം. പൗലോസ്ലീഹ ജയിലിലായി, ഒരുപക്ഷെ ഞങ്ങളെയും ജയിലിലാക്കും, പക്ഷെ അതല്ല വിഷയം. ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കണം. ആത്മധൈര്യം വർദ്ധിക്കുകയാണ്. പൗലോസ്ലീഹ പറയണം, അതുകൊണ്ട് എൻ്റെ ഈ ജയിൽ വാസം നന്നായി, അതിലൂടെ ആത്മധൈര്യം പകരാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി ശുശ്രൂഷയാണ്, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ചെറുപ്പക്കാർക്കുള്ള ശുശ്രൂഷ. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അവൻ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് നിന്ന് വന്ന ചെറുപ്പക്കാരനാണ്. അവൻ പറയണത് അവൻ്റെ അപ്പൻ സുവിശേഷ പ്രഘോഷകനാണ്. സുവിശേഷം പ്രഘോഷിച്ചതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ, അപ്പൻ ജയിലിൽ കഴിയുന്ന ഈ സമയത്ത് ഈ മകൻ, ഇവനിലുള്ള ഈ ശുശ്രൂഷ കൃപ അങ്ങോട്ട് ജ്വലിച്ച് ഇവൻ ഭയങ്കര ആഗ്രഹവും പറയാണ്, എനിക്കും ഏതെങ്കിലും രാജ്യത്ത് പോയി എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയണം. അങ്ങനെ അദ്ദേഹം ആ രാജ്യത്ത് വന്നിരിക്കുകയാണ്. യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ സാധിക്കുന്നത് പോലെ യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുകയാണ്. പറയണം, അവൻ്റെ അപ്പനെ ജയിലിൽ അടച്ചതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള ആത്മധൈര്യം അവനിൽ വർദ്ധിച്ചു. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഞാൻ ഒറീസയിൽ സന്ദർശനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയല്ലേ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഉദയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ പറയണത്, കന്തമാലിൽ വലിയൊരു ദുരന്തം ഉണ്ടായി, ഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് ഇവൻ്റെ വീട് അവരെ കൊള്ളയടിച്ച് അവസാനം വീടെല്ലാം കത്തിച്ചു കളഞ്ഞു, ഒന്നുമില്ല. പ്രിയപ്പെട്ട ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു പ്രത്യേക അവസ്ഥ കൈവന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ ഉദയൻ പറയാണ്, എന്നോട് പറഞ്ഞാണ്, അച്ഛാ അതെല്ലാം നന്നായി. കാരണം എന്താ?
ഈ ഒരു കഷ്ടപ്പാടും ഈ ഒരു ക്ലേശങ്ങളും ഈ ഒരു ദുരിതവും വന്നത് കാരണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ആ ചെറുപ്പക്കാരനാണ് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള അനേകരുടെ വിശ്വാസം വർദ്ധിക്കുകയും അനേകർ കർത്താവിലേക്ക് വരികയും കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് മാമൂസ പോലും സ്വീകരിക്കുകയും ചെയ്തു എന്ന് ആ സഹോദരൻ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. നോക്കിയേ, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് 1:14, ഒരുപാട് സഹോദരർക്ക്, മിക്ക സഹോദരർക്കും എൻ്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവവചനം പ്രസംഗിക്കാൻ അവര് കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 10:38, അവിടെ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് എങ്ങനെയാ? എൻ്റെ നീതിമാൻ, എൻ്റെ നീതിമാൻ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാ? വിശ്വാസം മൂലം. വിശ്വാസം മൂലമാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്മാറിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ട വചനം, ഹെബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നമ്മൾ കർത്താവിൻ്റെ ഭവനമാണ്, വി ആർ ഹിസ് ഹൗസ്. വചനം പറയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ആത്മധൈര്യം, അതുപോലെ പ്രത്യാശയിലുള്ള ഒരു വലിയൊരു അഭിമാനം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആത്മധൈര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുകയാണ് പൗലോസ് ശ്ലീഹ. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ചില കഷ്ടതകൾ അത് നമുക്ക് സഹനശീലം ഉണ്ടാക്കുന്നു. ഈ സഹനശീലമാണ് നമുക്ക് കോൺഫിഡൻസ്, ദൈവത്തിലുള്ള ഭയങ്കരമായ ഒരു ആത്മധൈര്യം നൽകുന്നതെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങളും ഉയർത്തി ആത്മധൈര്യവും പ്രത്യാശയുള്ള അഭിമാനവും നമ്മളിൽ വർദ്ധിക്കാൻ വേണ്ടി ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും നൽകണമേ, വാരിക്കോരി തരണമേ. വലിയ വിശ്വാസത്തോടെ 2 കരങ്ങളും ഉയർത്തി ഒന്നും കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്നേഹവാനായ ഈശോ, ആത്മധൈര്യം അവസാനം വരെ മുറുകെ പിടിച്ച കർത്താവ്, കുരിശിൽ കടന്നുപോലും എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി സ്വർഗം പോകിയ നമ്മുടെ കർത്താവ് നമുക്ക് ആത്മധൈര്യവും പ്രത്യാശ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും നമ്മൾ അകറ്റുന്ന എല്ലാ തിന്മകളും അന്ധകാരങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി ഒരു ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാത്തരം അശുദ്ധാത്മികൾ, പ്രത്യേകിച്ച് സ്പിരിറ്റ് ഓഫ് അപ്പോസ്റ്റസി, അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ, പൈശാചികളെല്ലാം വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തുമ്പോൾ, കർത്താവേ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് ആത്മധൈര്യം ഞങ്ങൾ വർദ്ധിക്കട്ടെ, പ്രത്യാശ ഞങ്ങൾ വർദ്ധിക്കട്ടെ, പ്രത്യാശയിലുള്ള അഭിമാനം ഞങ്ങൾ വർദ്ധിക്കട്ടെ, അന്ധകാരങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് വിളിക്കുന്നുണ്ട്, യേശുവേ. പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ, പ്രത്യാശ കൈവിടല്ലേ മനമേ, പ്രത്യാശ കൈവിടല്ലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക.